നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനം വകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തൊടുപുഴ പോലീസിന്റെയും റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. തൊടുപുഴ ICDSന് കീഴിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപകർക്കും ഹെൽപ്പർമാർക്കും യാത്രയയപ്പ് നൽകി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. PJ ജോസഫ് MLAയെ പുറപ്പുഴയിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PV അൻവർ. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന സജി മഞ്ഞക്കടമ്പിലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യം. മുന്നണി പ്രവേശനത്തിന് ധൃതിയില്ല. ലക്ഷ്യം പിണറായിസം അവസാനിപ്പിക്കൽ. ഇപ്പോൾ നടക്കുന്നത് CPM BJP മെർജിംഗ്. AKG സെന്റർ നിറമാറ്റിയതിന് പരിഹാസം. ചുവപ്പ് നെഗറ്റീവ് എനർജി എന്ന് CPM സെക്രട്ടറി പറയുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയം. തൊമ്മൻകുത്ത് കുരിശ് നീക്കം ചെയ്ത സംഭവം BJPയെ പ്രീണിപ്പിക്കുവാനുള്ള പിണറായിയുടെ നീക്കമെന്നും PV അൻവർ പറഞ്ഞു. മലയോര മേഖലയാണ്. വന്യമൃഗ ശല്യം അത്ര രൂക്ഷമായി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അന്ന് വന നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അസംബ്ലിയിൽ വരാൻ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അവിടെ ഇപ്പോഴും ഈ പറയുന്ന മലയോര മേഖലയിലുള്ള ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നൊരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ആ റിക്വസ്റ്റ് അത് തീരുമാനിക്കേണ്ടതാരാ? UDF ലീഡർഷിപ്പ്. അത് അവർക്ക് ആലോചിച്ചിട്ട് അല്ല, അത് മുമ്പിൽ നിൽക്കുന്നോ പിൻപിൽ നിൽക്കുന്നോ എന്നൊന്നും ഇപ്പൊ വിശദീകരിക്കണല്ലോ. ഞാൻ ചോദിക്കട്ടെ, എത്ര കുരിശെടുത്ത് മാറ്റി ഇടുക്കിയിലെ മലമേഖലകളിൽ നിന്ന്? ഒരടി സ്ഥലമാണ് ഒരു കുരിശന്റെ കാല് നാട്ടാൻ വേണ്ടത്, നമുക്കറിയാം പരമാവധി. അല്ലെങ്കിൽ ഒരു 2 ഫീറ്റ് ലാൻഡാണ് വേണ്ടത്. അത് ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുമ്പോൾ അത് എടുത്തു കളയുന്നത് ഒരു ഹോബി പോലെയാണ് പിണറായി ഗവൺമെന്റിന്. ഒരാൾക്കും ഒരു ശല്യവും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരു കോർണറിൽ ഒരു കുരിശ് നാട്ടിയാൽ എന്തിനും അത് എടുത്തു കളയേണ്ട ഒരു വാശിയോട് കൂടി ചെയ്യുന്നത് പോലെ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പൊതുവിലായിട്ട് ഇത് BJPയെ സന്തോഷിപ്പിക്കാൻ ഇനി എന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്നുള്ളത് വളരെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി. AKG സെന്ററിൽ നടക്കുന്ന ആ ഓഫീസിന്റെ കളർ പോലും മാറ്റിയല്ലോ. എന്താണ് ഇന്ന് പുതിയ ഓഫീസിന്റെ കളറ്? എന്താണ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത്? കാവി നല്ല കളറാണ്. ചുവപ്പ് അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കളർ. ആരാ പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളും ഒറ്റ വാക്കിൽ പറയുന്നു BJP ഫാസിസ്റ്റ് ആണ്, വർഗീയ കക്ഷിയാണ് എന്ന് പറയുമ്പോൾ CPM തിരുത്താണ്. അവര് ഫാസിസ്റ്റ് ഒന്നുമല്ല, അവര് നവഫാസിസ്റ്റ് കൂടിയല്ല. PJ ജോസഫ് MLA പുറപ്പുഴയിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു PV അൻവർ. UDFിലെ കാരണവന്മാരിൽ ഒരാളാണ് PJ ജോസഫ്. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നത് ഒരു മര്യാദയാണെന്ന് PV അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന സജി മഞ്ഞക്കടമ്പിലും PV അൻവറിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പഹൽഗാം ആക്രമണത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് SDPI തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ബ്രാഞ്ചുകളിൽ ക്യാൻഡിൽ മാർച്ച് നടത്തി. SDPI തൊടുപുഴ മുനിസിപ്പൽ പ്രസിഡന്റ് മുജീബ് MA, മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, ഉണ്ടപ്ലാവ് ബ്രാഞ്ച് പ്രസിഡന്റ് സയ്യിദ് യാസീൻ, കുമ്മങ്കല് ബ്രാഞ്ച് പ്രസിഡന്റ് ഷാനവാസ് KA, ഇടവട്ടി ബ്രാഞ്ച് പ്രസിഡന്റ് അമീർ അബ്ബ എന്നിവർ ക്യാൻഡിൽ മാർച്ചിന് നേതൃത്വം നൽകി.
കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനംവകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വിനോദസഞ്ചാര പ്രാധാന്യമുള്ള പല മേഖലകളിലും വനംവകുപ്പ് അധികൃതർ കയ്യേറ്റം നടത്തുകയാണെന്നും ആരോപിച്ചു. വനംവകുപ്പ് കുരിശ് പൊളിച്ച് പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങ് പിഴുതുമാറ്റിയ ശേഷം അവിടെയാണ് കുരിശ് സ്ഥാപിച്ചത്. അത്രയും കാലം ഈ ഭൂമി കൃഷിക്കാരന്റെ കൈവശമിരുന്നു എന്നതിന് അടിസ്ഥാനപരമായ തെളിവ് ഇവിടെയുള്ള കൃഷിദേഹണങ്ങളാണ്. 1991 പട്ടയം കിട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KM മാണിക്ക് പ്രദേശവാസികൾ കൂട്ടഹർജി നൽകിയിരുന്നു. പട്ടയ നടപടികൾക്കായി സംയുക്ത പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് അതേ വർഷം തന്നെ KM മാണി ഉത്തരവുമിട്ടതാണ്. അതിന്റെ രേഖകൾ പ്രദേശവാസികളുടെ കൈവശമുണ്ട്. അതായത് 1/4 നൂറ്റാണ്ടിലേറെയായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ പ്രദേശമാണിത്. LDF സർക്കാർ വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്ന് തീരുമാനമെടുത്തു. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പല ടൂറിസം കേന്ദ്രങ്ങളും തങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ വനം വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒരു കയ്യേറ്റത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമാണിത്. മറ്റു കാര്യം, ഇവിടെ കുരിശ് സ്ഥാപിച്ചത് വനം വകുപ്പിൻ്റെ ഭൂമിയിലാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. 40 വർഷക്കാലത്തിലധികം പഴക്കമുള്ള തെങ്ങ് പിഴുതു മാറ്റിയിട്ട് അവിടെയാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ 40 വർഷക്കാലം മുമ്പ് അയാളുടെ കൈവശം ആ ഭൂമി ഇരുന്നു എന്നുള്ളതിന് ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് അവിടെ നിൽക്കുന്ന കൃഷിദേഹണങ്ങളാണ്. അപ്പോൾ ആ കുരിശ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് ആ വാദം വനം വകുപ്പ് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ 1991 ഈ പ്രദേശവാസികൾക്ക് പട്ടയം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KM മാണിക്ക് ഇവിടെ നിന്നുള്ള ആളുകൾ നിവേദനമായി കൊടുക്കുകയും അടിയന്തരമായി പട്ടയ നടപടികൾക്ക് വേണ്ടി സംയുക്ത പരിശോധന നടത്തണമെന്ന് പറഞ്ഞ് 91 തന്നെ ശ്രീമാൻ KM മാണി ഉത്തരവിട്ടിരിക്കുന്നതിൻ്റെ കോപ്പിയാണ്. അപ്പോൾ സ്വാഭാവികമായും 91 ഇവിടെ ആളുകളുള്ളതെന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടിലധികമായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ ഒരു പ്രദേശമാണ്. ഇപ്പോൾ പുതിയതായി പുതിയ കയ്യേറ്റമാണ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, LDF ഗവൺമെൻറ് പരിസരപരമായി നമ്മുടെ കേരളത്തിലെ വനഭൂമിയുമായി പങ്കിടുന്ന പ്രദേശങ്ങൾ, അതിർത്തി പ്രദേശങ്ങളിൽ പട്ടയം സംയുക്ത പരിശോധന നടത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ ഇടുക്കി ജില്ലയിലെ 24 വില്ലേജുകൾ വനാതിർത്തി പങ്കിടുന്ന വില്ലേജുകളുണ്ട്. ആ വില്ലേജുകളുടെ പട്ടികയിലാണ് വണ്ണപ്പുറം പഞ്ചായത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംയുക്ത പരിശോധന നടത്തി ഈ പ്രദേശവാസികൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ തത്വത്തിൽ അംഗീകരിച്ച സന്ദർഭത്തിലാണ് വളരെ ബോധപൂർവമായ ഇവിടെ ഇത്ര നിലപാട്. അത് ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിനെ കണക്കപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. ഏതാനും ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ വരുമ്പോൾ വിചിത്രമായൊരു കാര്യം, വില്ലേജ് ഓഫീസർ ഏതാണ്ട് 4000-ഓളം വരുന്ന ഏക്കർ ഇവിടെ കയ്യേറ്റമുണ്ട്, വനഭൂമിയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനർത്ഥം ഏകദേശം അതിൽ കൂടുതൽ 4000-5000 ഏക്കറിൽ കൂടുതൽ ഭൂമി വണ്ണപ്പുറം പഞ്ചായത്ത് കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ വണ്ണപ്പുറം പഞ്ചായത്ത് പൂർണ്ണമായും വനഭൂമിയാണ് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കും. ഭൂമിയെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് ചോദിക്കേണ്ടത് കളക്ടറാണ്. കളക്ടർ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചോദിച്ചതിന് പകരം ഒരു റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് ചോദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചില ആളുകളും ഇവിടെ പിന്നിൽ കൂടിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പരിസ്ഥിതിക്കാദികൾ കാണും ഇതിന് പിന്നിൽ. അതുകൊണ്ട് അത്തരം ഒരു നിലപാടാണ് ഇതിന് പിന്നിലുള്ളത്. ഇവിടുന്ന് ഒരാളുകളെ കുടിയിറക്കാനോ ഇവിടെ സമാധാന ജീവിതം തകർക്കാനോ വേണ്ടിയുള്ള ഒരു നിലപാടിനും അനുവദിക്കുന്ന പ്രശ്നമില്ല. വിനോദസഞ്ചാര പ്രാധാന്യമുള്ള പല മേഖലകളിലും വനംവകുപ്പ് അധികൃതർ കയ്യേറ്റം നടത്തുകയാണ്. ദിവസേന 500-ലേറെ സഞ്ചാരികൾ വന്നുപോകുന്ന ആനചാടിക്കുത്ത് തൊട്ടടുത്താണ്. കർഷകരെ ദ്രോഹിക്കാനുള്ള നീക്കത്തിനൊപ്പം നിൽക്കാൻ CPIM-നാവില്ല. റേഞ്ച് ഓഫീസർ ചോദിക്കുമ്പോൾ വനം വകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം വില്ലേജ് ഓഫീസർക്കില്ല. വില്ലേജ് ഓഫീസർ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത്. ചില റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും സർക്കാരിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ്. വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ മെയ് 8-ന് വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് LDF ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ നിലപാടെടുക്കും. 28-ന് മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുമ്പോൾ പ്രദേശവാസികൾക്ക് നേരിട്ട് കാണാൻ സംവിധാനമൊരുക്കുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. തൊടുപുഴ പോലീസിന്റെയും തൊടുപുഴ റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് K. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ SHO S. മഹേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി.
സബ് ഇൻസ്പെക്ടർ ആർ അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തൊടുപുഴ പോലീസിന്റെയും തൊടുപുഴ റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൊടുപുഴ മുനിസിപ്പാലിറ്റി വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും റോട്ടറി ക്ലബ്ബ് കുടുംബാംഗങ്ങൾക്കുമായാണ് ക്ലാസ് നടത്തിയത്. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. നമ്മുടെ സമൂഹം നേരിടുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ വാർത്തകൾ കാണുമ്പോൾ വളരെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. അടുത്ത തലമുറയെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ ഏറെ ദുഃഖം നൽകുന്ന ചില സംഭവങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ മാധ്യമങ്ങൾ വഴി നമുക്ക് കാണാൻ കഴിയും. അത് മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, നമ്മുടെ സമീപത്തും ചില കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള പല വീടുകളിലുമൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരിതം അത് അനുഭവിച്ചും കണ്ടും കേട്ടുമൊക്കെ അറിയുന്നവരാണ് നമ്മൾ മിക്കവാറും ആളുകൾ. സമൂഹം ഇന്ന് ഏറ്റവും ഭീതിയോടെ കാണുകയാണ് ഈ വിഷയം. തൊടുപുഴ പോലീസ് SHO S മഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, റോട്ടറി ക്ലബ് സെക്രട്ടറി ബെന്നി ഇല്ലിമുട്ടിൽ, തൊടുപുഴ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിറ്റി കൌൺസിലർ ലൂസി ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആർ അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് മൗനജാഥ സംഘടിപ്പിച്ചു. മൗനജാഥയ്ക്ക് ശേഷം നടന്ന യോഗം മുൻ DCC ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടമുഖം ടൗണിലാണ് ദീപം തെളിയിച്ച് മൗനജാഥ സംഘടിപ്പിച്ചത്. മൗനജാഥയ്ക്ക് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കുവാൻ ഓരോരുത്തരുടെയും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള പ്രതിജ്ഞയും നടന്നു. പടമുഖം ടൗണിൽ നടന്ന പരിപാടികൾ മുൻ DCC ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളുകളോടും അവരുടെ പേര് ചോദിച്ചു. ആ പേര് ചോദിച്ചതിന് ശേഷം അവരുടെ മതമേതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ആ പ്രാർത്ഥന ചൊല്ലാതെ നിന്ന് മതമേതാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പ്രതീക്ഷിക്കുന്ന മതമല്ല, അത്തെ ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്ന ഭീകരമായ കിരാത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരുപക്ഷെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കാശ്മീരിൽ തന്നെ പട്ടാള ട്രക്കിന് ആയുധവുമായി കയറിപ്പോയ പട്ടാള വാഹനം ആക്രമിച്ച് മരണമടഞ്ഞ സംഭവവും ഇതുമായി നമ്മൾ ഒന്നിച്ചു കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ മതം പറഞ്ഞ് ആളുകളെ ഭീകരവാദികൾ കൊല്ലുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരെങ്കിലും ഉണ്ടോ ഈ രാജ്യത്ത്? അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു സംഘം ആളുകളെ വിളിച്ചു നിർത്തിയിട്ട് തൻ്റെ മതമേതാണെന്ന് ചോദിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല എങ്കിൽ ആ ആളുകളെ കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഏത് മതമാണോ പ്രതീക്ഷിച്ചതിന് അതിന്. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം, അഡ്വക്കേറ്റ് KK മനോജ്, മറ്റ് നേതാക്കളായ അവറാച്ചൻ മൂത്താരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജിമോൾ റിജി, അനിൽ ബാലകൃഷ്ണൻ, തോമസ് അരയത്തിനാൽ, വിനോദ് ജോസഫ്, ബുഷ്മോൻ കണ്ണംചിറ,
ജോബി വയലിൽ, ടോമി തെങ്ങുംപിള്ളിൽ, മിനി സാബു ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ ICDSന് കീഴിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപകർക്കും ഹെൽപ്പർമാർക്കും യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ICDSന് കീഴിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപകർക്കും ഹെൽപ്പർമാർക്കും യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. ആ മക്കളെ അതുപോലെ സംരക്ഷിച്ച് അവരെ ഭാവിയുടെ ഒരു വാഗ്ദാനമാക്കി മാറ്റുന്നതിൻ്റെ ഏറ്റവും ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പമുള്ള ആ കാലഘട്ടവും നിങ്ങൾ നൽകുന്ന ആ കെയറും സ്നേഹവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ദീർഘകാലം സർവീസിൽ നിന്ന്, ആ സേവനത്തിൽ നിന്ന് നല്ല പേരുകൾ മാത്രം കേൾപ്പിച്ച് ആരെയും കുറിച്ച് ഒരു പരാതി പോലും ഉണ്ടായ ഒരു സാഹചര്യം എനിക്കറിയില്ല. അങ്ങനെ ആ വർഷങ്ങളോളം ഉള്ള ആ സേവനത്തില് ഒരു കുറ്റവും ഉണ്ടാക്കാതെ അവരെ ആ കുട്ടികളെ എല്ലാം സംരക്ഷിച്ച് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന കുട്ടികളെയൊക്കെ സംരക്ഷിച്ച് അവരുടെ രക്ഷിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന ഈ വിരമിക്കുന്നവരുടെ സേവനം അത് അങ്ങേയറ്റം മഹത്തരമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വാർഡ് കൗൺസിലർ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഇടുക്കി ജില്ലയിലെ മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ PN സുജാതയെ ആദരിച്ചു. CDPO ആയിട്ട് വിരമിക്കുന്ന L സുധർമണിയമ്മ, തൊടുപുഴ ICDSന് കീഴിലുള്ള വിവിധ അംഗൻവാടികളിലെ റഹീമ BV KH, ശാന്ത AK, നെസി PA, അസ്മ BV MS, സാലി KP, ആലീസ് MM, പുഷ്പലത C, രാജമ്മ, ഓമന MK, MG കുമാരി, ഭാനുമതിയമ്മ CK, ശ്യാമള PM, വിജയമ്മ KR എന്നിവർക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. CDPO ഇൻചാർജ് ജാനറ്റ് സേവ്യർ, റിട്ടയർഡ് ജില്ലാ ഓഫീസർ പുഷ്പരാജൻ, പത്മാവതി രഘുനാഥ്, സിന്ധു TK, സതി VK, ഷൈനി KV, ശൈലജ ഷാജു, ഉഷാകുമാരി PK, ലൈജു EA, ഗീത PK, വിലാസിനി, ലത VK എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവർ സാമൂഹ്യ ജീവിതത്തിലെ അധികപ്പറ്റാണെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബാനർ ജാഥയുടെ സംഘാടക സമിതി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യോഗം CPI സംസ്ഥാന കൗൺസിൽ അംഗം ശുഭേഷ് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കയം AITUC ഹാളിൽ നടത്തിയ യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി PN ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന അതീവ ഗൗരവതരമായ സാഹചര്യമാണ് കാശ്മീരിൽ കണ്ടത്. സാമൂഹ്യ പുരോഗതിക്ക് ജനകീയ മുഖം തീർക്കുന്നതിന് തൊഴിലാളി ആഭിമുഖ്യമുള്ള മനോഭാവത്തോടുകൂടി പൊതുപ്രവർത്തനത്തിനായി ജനങ്ങൾ മുന്നോട്ട് വരേണ്ട കാലഘട്ടമാണിത്. അവിടെയാണ് സർക്കാർ ജീവനക്കാരുടെ പരിമിതികളെ മുറിച്ചുകടന്ന് ബീനാമോൾ വ്യത്യസ്തയാകുന്നത്. ബീനാമോളുടെ ഓർമ്മകൾ ഏതൊരാൾക്കും പൊതുപ്രവർത്തനത്തിന് കരുത്താണെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം ശുഭേഷ് സുധാകരൻ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബാനർ ജാഥയുടെ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശുഭേഷ് സുധാകരൻ. മുണ്ടക്കയം AITUC ഹാളിൽ ജോയിന്റ് കൗൺസിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി PN ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ CPI കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം KT പ്രമോദ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി G അഖിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം MJ ബെന്നിമോൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് AD അജീഷ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി R ബിജുമോൻ സ്വാഗതവും കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ME നിയാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സംഘാടക സമിതി ഭാരവാഹികളായി ശുഭേഷ് സുധാകരൻ, ചെയർമാൻ PN ജയപ്രകാശ്, ജനറൽ കൺവീനർ എന്നിവരടങ്ങുന്ന 101 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കീരമ്പാറ ഇടവകയിൽ മാർപ്പാപ്പ അനുസ്മരണവും റാലിയും നടത്തി. മാർപ്പാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഇടവക ദേവാലയത്തിൽ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും
അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം പാപ്പായുടെ ഫോട്ടോയിൽ ഇടവക സമൂഹം പുഷ്പാർച്ചന നടത്തി അനുശോചനം രേഖപ്പെടുത്തി. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനവും കരുണാകൊന്ത റാലിയും നടത്തി. മാർപ്പാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഇടവക ദേവാലയത്തിൽ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷവും ആനന്ദവും ക്രൈസ്തവ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിക്കുകയും ചെയ്ത പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. വൈദികര് തന്നെ ഏൽപ്പിച്ച ജനങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കണം. തന്റെ അടുത്തേക്ക് വരുന്നവരെ ചേർത്ത് നിർത്തുന്നവരായിരിക്കണം യഥാർത്ഥമായ പൗരോഹിത്യം. പലപ്പോഴും ഞാൻ അച്ഛന്മാർക്ക് പലപ്പോഴും പറ്റാറില്ല എന്ന് തന്നെ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യമാണ്. ആടുകളുടെ മണം അറിയുന്നവരായിരിക്കണം ഇടയൻ, യഥാർത്ഥ ഇടയൻ അപ്രകാരമായിരിക്കണം. കുടുംബജീവിതം നയിക്കുന്നവർ 3 കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഒന്നാമതായിട്ട് കുടുംബജീവിതം നയിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചെയ്തോട്ടെ, ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. നേരെ ഞാൻ ചെയ്യാൻ പോവുകയാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മേയായി ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, അങ്ങനെ ഒരു മനോഭാവം കുടുംബജീവിതക്കാരുടെ രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഭാര്യയുടെ ഭർത്താവിന്റെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ പലപ്പോഴും കാണുന്നില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശാട്ടി പിടിക്കുന്ന രീതി. വിശുദ്ധ പറയാറുണ്ട്, ഒന്നാമത് കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഈ ഒരു മേയായി ഞാൻ കേൾപ്പിക്കുക, ഞാൻ പറഞ്ഞോട്ടെ, ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. രണ്ടാമത് പരിശുദ്ധ പിതാവ് കുടുംബജീവിതക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും നന്ദി പറയണം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയ നല്ല ഭക്ഷണമാണെങ്കിൽ ഭാര്യയോട് പറയണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. വളരെ നല്ല ഭക്ഷണമാണ്, താങ്ക് യു, നന്ദി പറയണം. കുടുംബജീവിതക്കാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഭർത്താവ് പണം സ്വരൂപിക്കുമ്പോൾ ഭാര്യ മക്കൾ പറയണമെന്നാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർ പറയുന്നത്. നന്ദി പറയണം. ഇത്രയും അധ്വാനിച്ച കുടുംബത്തെ പോലും നമുക്കത്ര എളുപ്പമല്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഒത്തിരിയേറെ വ്യത്യാസം ഉണ്ടാവും. മൂന്നാമതാണ് പരിശുദ്ധ കുടുംബജീവിതക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സോറി പറയാൻ കഴിയണം. എന്തെങ്കിലും തെറ്റുപറ്റി പോയെങ്കിൽ എനിക്ക് തെറ്റുപറ്റി പോയിട്ടോ അങ്ങനെ പറയാനുള്ള ഒരു മനോഭാവം കുടുംബജീവിതക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് പറഞ്ഞോടെ, ഞാൻ സംസാരിച്ചോടെ ഒരു എളിമയുടെ മനോഭാവം ഉണ്ടാവണം. തുടർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ചെയ്യുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം പാപ്പയുടെ ഫോട്ടോയിൽ ഇടവക സമൂഹം പുഷ്പാർച്ചന നടത്തി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പാപ്പയുടെ ഫോട്ടോയും വഹിച്ച് ടൗൺ ചുറ്റി കരുണാകൊന്ത റാലിയും നടത്തി. പരിപാടികൾക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി, ജെയിംസ് തെക്കേക്കര, ജിജി പുളിക്കൽ, ജോൺസൺ കറുകപ്പള്ളിൽ, ജോസ് കച്ചിറ, ഷോജി കണ്ണംകുഴ എന്നിവർ നേതൃത്വം നൽകി. അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മൂന്നര പതിറ്റാണ്ട് സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഉപ്പുതോട് അംഗൻവാടിയിലെ വർക്കർമാർക്ക് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തങ്കമണി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഉപ്പുതോട് അംഗൻവാടിയിലെ വർക്കർ VD ത്രേസ്യ ടീച്ചറിനാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. തങ്കമണിയിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു. ടീച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളല്ലെങ്കിൽ 34 വർഷവും കുഞ്ഞു കുട്ടികളുടെ കൂടെ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടീച്ചറിന് നമുക്ക് ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ ഒത്തിരി പേര് ഉന്നത നിലയിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇരിക്കുന്ന എല്ലാ അധ്യാപകരെ സംബന്ധിച്ച് പറയാൻ എല്ലാവരും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരെ തുടർന്നും ടീച്ചറിൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ എന്നും. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളുടെ കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന സായന്തന ക്ലബ്ബുകൾക്ക് ഈ വർഷം മുതൽ പഞ്ചായത്ത് ധനസഹായം ഏർപ്പെടുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ചേർന്ന് നീണ്ടകാലത്തെ നല്ല സേവനം കാഴ്ചവെച്ച ത്രേസ്യ ടീച്ചർക്ക് ഉപഹാരങ്ങൾ നൽകി.
പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചെള്ളാമടം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി റോയ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ജോസഫ്, ജിൻഡു ബിനോയ്, പഞ്ചായത്ത് HC സജികുമാർ, ICDS സൂപ്പർവൈസർ ഡി മറിയാമ്മ, ആൻസമ്മ മൈക്കിൾ, സെലിൻ വാണിശ്ശേരിൽ, ശാന്തമ്മ മാത്യു, വത്സമ്മ AK, ജോളിയം കുരുവിള, അനുമോൾ MB, ബബിത KV തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കലും ടീച്ചറിന് ഒരു നഷ്ടമായിട്ട് ഇതിനകത്തും തോന്നുന്നുണ്ട്. നമ്മൾ വിരമിക്കുമ്പോഴും ഇത്രയും നാൾ എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം അത്രയും നല്ല ഭംഗിയായിട്ട് 100% തന്നെ ചെയ്യാൻ സാധിച്ചു എന്നതിൽ നമുക്ക് എപ്പോഴും അഭിമാനിക്കാം. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ അംഗൻവാടി ടീച്ചർമാരെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ കാമാക്ഷിയിലെ ഓരോ അംഗൻവാടിയിലും ഓരോ രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എന്നും മുന്നിൽ തന്നെയാണ് നമ്മുടെ കാമാക്ഷി സ്കൂളിലെ നമ്മുടെ കാമാക്ഷി പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാർ ഓരോരുത്തരും നിന്ന്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വിശിഷ്ട വ്യക്തിയായിരിക്കുന്ന ടീച്ചറിന് യാത്രാമംഗളങ്ങളും പിന്നെ വിരമിച്ച് കഴിയുമ്പോൾ അതിനൊരു നല്ലൊരു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മേലുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ദിനാചരണവും 26ാമത് വാർഷികവും സാംസ്കാരിക റാലിയും പൊതുസമ്മേളനവും അവാർഡ് വിതരണവും നടത്തി. മേലുകാവ് മറ്റം HRDT സെന്ററിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ് അധ്യക്ഷത വഹിച്ചു. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ CDS തല വാർഷികവും സാംസ്കാരിക റാലിയും പൊതുസമ്മേളനവും 10+2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും മികച്ച അയൽക്കൂട്ടം, ADS എന്നിവയ്ക്കുള്ള അവാർഡ് വിതരണവും നടത്തി. മേലുകാവ് മറ്റം HRDT സെന്ററിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 98-ൽ ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് തുടങ്ങുന്നത്. നാളുവരെ നമുക്കറിയാം, നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുഭൂരിപക്ഷം പേരും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ, അതിനപ്പുറം അടുക്കളയിലെ പരിമിതമായ സൗകര്യത്തിൽ. മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്കുട്ടി ജോസഫ് കോറുകുന്നേലിന്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ DMC മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് VS ഫ്രാൻസിസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് പടിഞ്ഞാറെ പിടികിയിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രസന്ന സോമൻ, ബിൽസി ടോമി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് KR, മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്തതിലും കേടായവ നന്നാക്കാത്തതിലും ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള വഴിവിളക്കുകൾ 1 മാസം മുൻപ് പഞ്ചായത്തിൽ എത്തിയതാണെന്നും
അധികൃതരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനം മൂലമാണ് ഇവ സ്ഥാപിക്കാൻ കഴിയാത്തതെന്നും അവർ ആരോപിച്ചു. 15 ദിവസത്തിനുള്ളിൽ പുതിയവ സ്ഥാപിക്കാനുള്ളത് സ്ഥാപിക്കുമെന്നും നന്നാക്കാനുള്ളത് നന്നാക്കുമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി MS ശരത്ത്, അൽത്താഫ് KM, ഹാഫിസ് PH, ലോക്കൽ സെക്രട്ടറിമാരായ OB ബിജു, ഹാരിസ് KM എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കേടായിരിക്കുകയും അത് മാറ്റി സ്ഥാപിക്കാതെയും അതുപോലെ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാതെയും കുറേ കാലമായി ഓൺ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ട് പോലും ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേട് കൊണ്ട് മാത്രം ആ പ്രവർത്തനം നടന്നില്ല. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിക്കകത്തെ ഭിന്നതകളും പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കൊണ്ട് പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇവിടേക്ക് സമരമായി എത്തിയിട്ടുള്ളത്. പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ വാങ്ങി ടേക്ക് എ ബ്രേക്കിന് വേണ്ടി പണിതിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ 30 ദിവസമായി പൂട്ടിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് അടിയന്തരമായി ഇട്ട് ഈ കുമാരമംഗലം പഞ്ചായത്തിനെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കണം എന്നൊരു ആവശ്യമാണ് ഞങ്ങളോട് ഉന്നയിച്ചത്. പലവിധ പ്രശ്നങ്ങൾ ഈ ഇരുട്ടിൻ്റെ പ്രശ്നമായി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ലഹരിയുടെ വ്യാപനവും വിൽപ്പനയും ഉൾപ്പെടെ ഈ ഒരു 7 മണിക്ക് ശേഷം ഇരുട്ടിൽ കിടക്കുന്ന ഈ പഞ്ചായത്തിനകത്ത് വളരെ കാര്യമായി നടക്കുന്നു. അതിനെല്ലാം കാരണം ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥ അനാസ്ഥതയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു ഉപരോധ സമരം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി 15 ദിവസത്തിനുള്ളിൽ കേടായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ റീപ്ലേസ്മെൻറ്റും ജൂൺ മാസം 25-ാം തീയതിക്കുള്ളിൽ പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഉറപ്പ് വന്നിട്ടുള്ളത്. തൊടുപുഴ കാഞ്ഞിരമറ്റം എവർഷൈൻ ജംഗ്ഷനിൽ കൂട്ടയുടെയുടെ പകൽപൂരം സൃഷ്ടിക്കുകയാണ് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടക്കുന്ന കുറെ മനുഷ്യർ. യാതൊരു ബോധവുമില്ലാതെ വാഹനമോടിക്കുന്ന ഇവർ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കടിഞ്ഞാണിടാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ലെന്ന വ്യാപക പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. അരുണരിപ്പുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ കാഞ്ഞിരമറ്റം എവർഷൈൻ ജംഗ്ഷനിൽ കൂട്ടയിടിയുടെ പകൽപൂരം സൃഷ്ടിക്കുകയാണ് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടക്കുന്ന കുറെ മനുഷ്യർ. യാതൊരു ബോധവുമില്ലാതെ വാഹനം ഓടിക്കുന്ന ഇവർ കാൽനടയാത്രക്കാർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കടിഞ്ഞാണിടാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ലെന്ന വ്യാപക പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നുപോകുന്ന വഴിയാണിത്. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനമോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ നിലവിലില്ലാത്ത സ്ഥിതിയാണ്. ദിനംപ്രതി വാഹനങ്ങളുടെ കൂട്ടിയിടി പതിവായി തുടരുകയാണ്. ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നാട്ടുകാരും സമീപത്തെ വ്യാപാര സ്ഥാപന ഉടമകളും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗം C ജയകൃഷ്ണന് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി പൊന്നാടി അണിയിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട്, കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്ന മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനംവകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തൊടുപുഴ പോലീസിന്റെയും റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. തൊടുപുഴ ICDST കീഴിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അംഗൻവാടി അധ്യാപകർക്കും ഹെൽപ്പർമാർക്കും യാത്രയയപ്പ് നൽകി. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.